യുക്രൈനിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മെയ് 8 മുതൽ 10 വരെയാണ് വെടിനിർത്തൽ. റഷ്യയിൽ വിജയദിനത്തിന്റെ 80ാം വാർഷികം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണിത്. മെയ് 9-നാണ് വിജയദിനം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്ക് മേൽ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തിന്റെ വാർഷികമാണ് വിജയദിനമായി ആചരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അടക്കമുള്ള വിദേശ നേതാക്കൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. മാനുഷിക പരിഗണന അടിസ്ഥാനമാക്കിയാണ് തീരുമാനമെന്നും പുടിൻ പറഞ്ഞു. യുക്രൈൻ റഷ്യയുടെ മാതൃക പിന്തുടരുമെന്ന് കരുതുന്നു. യുക്രൈന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ ലംഘനമുണ്ടായാൽ തങ്ങളുടെ സൈന്യം തിരിച്ചടിക്കും. യുക്രൈൻ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ ഇല്ലാതാക്കാൻ മുൻ വ്യവസ്ഥകളില്ലാതെ സമാധാന ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്നും റഷ്യ പ്രസ്താവനയിൽ അറിയിച്ചു. റഷ്യ ശരിക്കും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ ആക്രമണം നിർത്തണമെന്നും മെയ് 8 വരെ കാത്തിരിക്കുന്നത് എന്തിനെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രീ സൈബിഹ പറഞ്ഞു. വെടിനിർത്തൽ യാഥാർത്ഥ്യമായിരിക്കണമെന്നും വെറും ഒരു പരേഡിന് മാത്രമാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈനിൽ സ്ഥിര വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്ന് US പ്രതികരിച്ചിട്ടുണ്ട്. ഈസ്റ്ററിന് റഷ്യ യുക്രൈനിൽ 30 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇരുപക്ഷവും ലംഘനങ്ങൾ ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈനിലെ നിരവധി പ്രദേശങ്ങളിൽ റഷ്യൻ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. ആക്രമണത്തിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. ഒഡേസ മേഖലയിലും സിറ്റോമിർ നഗരത്തിലും ഓരോരുത്തർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി മുതലാണ് വ്യാപക ആക്രമണം നടന്നതെന്ന് അധികൃതർ പറഞ്ഞു. ഡിനിപ്രൊപെട്രോവ്സ്ക് മേഖലയിലെ പാവ്ലോഹ്റാഡ് നഗരത്തിൽ തുടർച്ചയായ 3-ാം രാത്രിയും ആക്രമണം നടന്നതായി റീജിയണൽ ഗവർണർ സെർഹി ലിസാക് പറഞ്ഞു. ഇവിടെ 14 വയസ്സുള്ള പെൺകുട്ടിക്ക് പരിക്കേറ്റു. 150ഓളം ഡ്രോണുകളാണ് യുക്രൈനു നേരെ തൊടുത്തുവിട്ടത്. 57 എണ്ണം തകർത്തതായും 67 എണ്ണം പലയിടത്തും കുടുങ്ങിയതായും യുക്രൈൻ വ്യോമസേന അറിയിച്ചു. അതേസമയം ബ്രയാൻസ്ക് അതിർത്തി മേഖലയിലേക്ക് യുക്രൈൻ വിക്ഷേപിച്ച 5 ഡ്രോണുകളും ക്രിമിയൻ ഉപദ്വീപിന് മുകളിലൂടെ പറന്ന 3 ഡ്രോണുകളും വെടിവെച്ചിട്ടതായി റഷ്യൻ സൈന്യം അറിയിച്ചു. ഹോർലിവ്ക നഗരത്തിൽ യുക്രൈൻ നടത്തിയ ഷെൽ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ വിട്ടുനൽകാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തയ്യാറാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. നേരത്തെ ഇത്തരത്തിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യുക്രൈൻ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ അതിന് തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2014-ലാണ് റഷ്യ നിയമവിരുദ്ധമായി ക്രിമിയ പിടിച്ചെടുത്തത്. യുദ്ധം അവസാനിപ്പിക്കാനും വെടിവയ്പ് നിർത്താനുള്ള കരാറിൽ ഒപ്പിടാനും ട്രംപ് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെട്ടിരുന്നു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം മാത്രമേ ഭൂമി വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ എന്നാണ് സെലൻസ്കിയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.